ശ്രീ പ്രസാദ് കുരുവിള, ഈ കഴുകം രാഷ്ട്രീയൻ കളിക്കുകയാണ് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ എന്നാണ് ഉയർന്നു വരുന്ന ഒരു വിമർശനം. യഥാർത്ഥത്തിൽ നമുക്കറിയാം ഇത് രമ്യമായി പരിഹരിക്കേണ്ട ഒരു വിഷയമാണ്. ഇവിടെ നിന്നും ബൃന്ദ കാരാട്ട്, അതുപോലെ ആനി രാജ, എ റഹീം, ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം കൂടി ഛത്തീസ്ഗഡിലേക്ക് എത്തി. പക്ഷേ അവരെ കാണാൻ കഴിഞ്ഞില്ല. കാരണം 3 മണിക്ക് ശേഷം സന്ദർശനാനുമതി ഇല്ലാത്ത ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ചെന്ന് ഏതെങ്കിലും വിധത്തിലുള്ള സർക്കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിധത്തിലുള്ള ഒരു നീക്കങ്ങൾ നടത്തുന്നതിന് പകരം അതായിരുന്നു യഥാർത്ഥത്തിൽ ഇവർ അവിടെ ചെന്ന് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഒരു തരത്തിൽ ഈ രാഷ്ട്രീയം ആളിക്കത്തിക്കാൻ, ഈ രമ്യമായി പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നം അതിലുപരി ഒരു രാഷ്ട്രീയ കളിയാണ് പ്രതിപക്ഷത്തിൻ്റേത് എന്ന് പറഞ്ഞാൽ KCBC അംഗീകരിക്കുമോ? ഇല്ല, രാഷ്ട്രീയം കളിക്കുന്നവരൊക്കെ രാഷ്ട്രീയം കളിക്കട്ടെ. പക്ഷേ ഇത് തുടക്കത്തിലെ ഒഴിവാക്കാമായിരുന്ന ഒരു വിഷയമായിരുന്നു. ഇപ്പൊ ഇവിടെ സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്, പറയാതെ പറഞ്ഞു വെക്കുന്നത് കന്യാസ്ത്രീകൾ എവിടെ നിന്നോ 2-3 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കടത്തിക്കൊണ്ടുപോയി എന്നുള്ള ഒരു സംഭാഷണം പോലെ ഇപ്പൊ തോന്നുന്നത്. അങ്ങനെ ആരും പറഞ്ഞില്ല ശ്രീ പ്രസാദ് കുരുവിള, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഉത്തരവാദിത്തപ്പെട്ട ആരുടെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു പരാമർശം ഉണ്ടായിട്ടില്ല. അങ്ങ് ദയവ് ചെയ്ത് ക്ഷമിക്കണം. അല്ല, നമുക്കിപ്പോ ഈ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്യാനുണ്ടായ കാര്യം എന്താണ്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്യാനുണ്ടായ കാര്യം എന്താണ്? ഒന്ന്, സമയമെടുത്ത് ചിന്തിച്ചിരുന്നെങ്കിൽ, സമയം കൊടുത്ത് അത്രയും വലിയ ക്രിമിനലുകളൊന്നും അല്ലല്ലോ സിസ്റ്റേഴ്സ്. ആ സ്പോട്ടിൽ തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ജയിലിലടയ്ക്കേണ്ട കാര്യങ്ങൾ എന്താണ്? അത് ജാമ്യം പോലും ലഭിക്കാത്ത രീതി, ഇന്നും ജാമ്യം കൊടുത്തില്ലല്ലോ. പക്ഷെ നല്ലതാണ് കേരളത്തിലെ BJP അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവിടെ ജാമ്യത്തിലിറക്കാനോ അല്ലെ കേസിൽ നിന്ന് ഒഴിവാക്കാനോ ശ്രമിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ ഇതൊക്കെ ആദ്യം തന്നെ ഒഴിവാക്കാവുന്ന കാര്യങ്ങളായിരുന്നു. ശരിയല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് തുടക്കത്തിലെ ഒഴിവാക്കാവുന്ന ആയിരുന്ന കേസ്. ഇപ്പൊ കന്യാസ് എന്തോ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഒഴിവാക്കാവുന്ന കേസ് ഇത്രയും വലുതാക്കി പെരുപ്പിക്കാനുള്ള സാഹചര്യം, അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉപയോഗിക്കാൻ തക്ക വിധം ഇതുപോലെ ആ കേസ് വഷളാക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ബജറംഗ് ദൾ പ്രവർത്തകർ സൃഷ്ടിച്ചെടുത്ത ഒരു പ്രത്യേക വിഷയമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ സിസ്റ്റേഴ്സ് ഏതായാലും ഒരു പെൺകുട്ടികളെ ആണെങ്കിലും വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോഴോ അല്ല ഇടയ്ക്ക് വെച്ചോ എവിടെയെങ്കിലും വെച്ച് പറയാൻ പറ്റുമല്ലോ, ഇവര് ഞങ്ങളെ തട്ടിക്കൊണ്ടുപോവുക, അല്ലെ ഞങ്ങളെ ജോലിക്ക് കൊണ്ടുപോകുക, അല്ലെ എന്തെങ്കിലും. അവർക്കാർക്കും അതുവരെ അവിടെ വന്ന് ആരെങ്കിലും ഇടപെടുന്നത് വരെ ഇവർക്കാർക്കും പരാതിയില്ല. പോലീസിനെ സംവിധാനങ്ങളും കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും പെൺകുട്ടികൾ ഭയപ്പാടുണ്ടാവുകയും അല്ലെ അവരുടെ ആളുകളെ കാണുമ്പോഴും അല്ലെ അവർ ബഹളം വെക്കുകയും ചെയ്തപ്പോൾ ഉണ്ടായ ഒരു വ്യതിചലനമാകാനുള്ള സാധ്യതയുള്ളൂ. അല്ലാതെ യാതൊരു കാരണവശാലും കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യാനായ തക്കമായ ഒരു കേസും അവിടെ എടുക്കേണ്ടതായ യാതൊരു കാര്യവും അവിടെ ഉണ്ടായിരുന്നു തോന്നുന്നില്ല. വെറുതെ പാവം സിസ്റ്റേഴ്സിനെ എടുത്ത് ജയിലിലിട്ടതിന് ശേഷം അവ പരിഹരിക്കാൻ വേണ്ടി ആളുകൾ ഓടുന്നതിലും നല്ലത് ഇത് ആലോചിച്ച് ഇവിടെ എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ എന്ന് ആലോചിച്ച ശേഷം കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതായിരുന്നല്ലോ. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ സിസ്റ്റേഴ്സ് അങ്ങോട്ട് ഓടിപ്പോകുന്ന ആളുകളല്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ആരുടെയോ ഗൂഢാലോചനയുണ്ട്, ആരുടെയോ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് മാത്രം സംഭവിച്ചതാണ്. പോലീസിനും കാര്യങ്ങൾ പഠിച്ച് ചെയ്യാവുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പോലീസും അവിടെ നിലപാടെടുത്തത് തെറ്റായ നിലപാട് സ്വീകരിച്ചു. ശ്രീ പ്രസാദ് കുരുവിള, അങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി വെളിച്ചത്ത് വരേണ്ടതല്ലേ? വളരെ കൃത്യമായി ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഗൂഢാലോചന അവിടെ ഇപ്പോൾ പ്രതിപക്ഷമൊക്കെ ഇന്ത്യ സഖ്യ കക്ഷികൾ ആരോപിക്കുന്നത് പോലെ അത്തരത്തിൽ BJPയുടെ ഭാഗത്തുനിന്ന് ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഈ വാർത്ത പുറത്തു വന്ന നിമിഷം മുതൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ വിഷയത്തിൽ ഇടപെടുന്നു, കേന്ദ്ര സർക്കാരുമായി ഇടപെടുന്നുണ്ട്, വളരെ കൃത്യമായി ഛത്തീസ്ഗഡ് സർക്കാരുമായി ബന്ധപ്പെടുന്നു, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടുന്നു. ഈ വിഷയത്തിൽ വളരെ കൃത്യമായ നിലപാട് BJP സംസ്ഥാന ഘടകം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാർത്താക്കുറിപ്പിൽ തന്നെ പറയുന്നുണ്ട്, ഈ സിസ്റ്റേഴ്സ് ഈ 2 ആക്ട് അനുസരിച്ചുള്ള തെറ്റ് ചെയ്തതായി ഞങ്ങൾ കണക്കിലെടുക്കുന്നേയില്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വിശ്വാസം. അവിടെ ഉണ്ടായ ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയല്ലേ യഥാർത്ഥത്തിൽ നമുക്ക് ഈ മണിക്കൂറിൽ വേണ്ടത്. ഈ സിസ്റ്റേഴ്സിനെ സുരക്ഷിതമായി നമ്മുടെ കേരളത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഇത്
വർഗീയ സംഘടനകളടക്കം ഇക്കാര്യത്തിൽ ഒരു മുതലെടുപ്പിന് വലിയ ശ്രമം നടത്തുകയാണ്. അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. SDPI വരെ ഈ വിഷയത്തിൽ ഇടപെടുകയാണ്. ആ സിസ്റ്ററിന്റെ എളവൂരിലുള്ള വീട്ടിൽ ചെന്ന് SDPI നേതാക്കൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന അവസ്ഥയുണ്ടായി. ഇത് എങ്ങോട്ടാണ് പോകുന്നത്? രമ്യമായി പരിഹരിക്കേണ്ട ഒരു പ്രശ്നമല്ലേ ശ്രീ പ്രസാദ് കുരുവിള? മുതലെടുപ്പ് എന്നുള്ള കാര്യം ഉണ്ടാവാതിരിക്കാം. കാരണം മുതലെടുപ്പാണല്ലോ രാഷ്ട്രീയക്കാരുടെ ഉത്തരവാദിത്വം. രാഷ്ട്രീയക്കാരുടെ ചുമതല എന്ന് പറയുന്നത് തന്ത്രമെന്ന് പറയുന്നത് മുതലെടുപ്പാണല്ലോ. അവർ മുതലെടുപ്പ് നടത്തട്ടെ. പക്ഷേ ഇവിടെ എവിടെയോ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അത് ഞങ്ങൾ BJP അങ്ങ് പച്ചയ്ക്ക് അല്ലെങ്കിൽ അങ്ങനെ പറയുന്നില്ല. BJP ഇതിനകത്ത് ഗൂഢാലോചന നടത്തി നമ്മൾ പറയുന്നില്ല. പക്ഷെ എവിടെയോ ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചന ഇല്ലാതെ സിസ്റ്റേഴ്സ് അഴിക്കുള്ളിലാകുന്നു എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഒരു ഗൂഢാലോചന നടത്തുന്നത് അത് ആരാണ്? ആദ്യത്തെ ആണോ ഗൂഢാലോചന, അതോ ഇപ്പം അവരെ പുറത്തിറക്കാൻ വേണ്ടി നടക്കുന്നതാണോ ഗൂഢാലോചന, അതാണോ മുതലെടുപ്പ് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഗൂഢാലോചന വ്യക്തമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇല്ലാതെ യാതൊരു കാരണവുമില്ലാതെ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടന്ന സംഭവം ഓർമ്മയുണ്ടോ? ശ്രീ പ്രസാദ് കുരുവിള, മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടന്ന സംഭവം അങ്ങേക്ക് ഓർമ്മയുണ്ടോ? നിസ്കാരമുറി ചോദിച്ച് അവിടെ ചില സംഘടനകൾ വലിയ പ്രതിഷേധം അവിടെ നടത്തുന്ന സാഹചര്യമുണ്ടായല്ലോ. അവിടെ ആരാണ് ഇടപെട്ടത് യഥാർത്ഥത്തിൽ? ഇവിടെ CPM-ഓ കോൺഗ്രസോ മുസ്ലിം ലീഗോ ആരെങ്കിലും ഈ വിഷയത്തിൽ ഇടപെട്ട് ആ മൂവാറ്റുപുഴ കോളേജിന് ഐക്യദാർഢ്യവുമായി എത്തിയോ? അവിടെ ആ കോളേജിന് പിന്തുണ നൽകിയത് BJP മാത്രമാണ്. അവിടെ വലിയ വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ചില ശക്തികളുടെ SDPI പോലുള്ള ശക്തികളുടെ വലിയ ശ്രമമുണ്ടായി. അപ്പോൾ കുറേ നാളുകളായി ഇങ്ങനെ ന്യൂനപക്ഷത്തെ വളരെ കൃത്യമായി ഒരു സംരക്ഷണത്തിൻ്റെ ചിറകിൽ ഒതുക്കുന്നുണ്ട് BJP. അത് കണ്ടില്ലെന്ന് നടിക്കാൻ ആ ഒരു കാര്യം ക്രൈസ്തവ വിഭാഗത്തിന് ഇത്തരത്തിലൊരു സംരക്ഷണം നൽകുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിലാണോ ചില സ്വരങ്ങൾ ഉയരുന്നത് എന്ന് ഈ ഘട്ടത്തിൽ സംശയിക്കേണ്ടതല്ലേ? ക്രൈസ്തവ വിഭാഗങ്ങൾക്കൊന്നും തന്നെ രാഷ്ട്രീയമില്ല. കന്യാസ്ത്രീകൾക്ക് രാഷ്ട്രീയമില്ല, വൈദികർക്ക് രാഷ്ട്രീയമില്ല, ബിഷപ്പുമാർക്ക് രാഷ്ട്രീയമില്ല. നമ്മൾ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ്. ആ സ്കൂളുകൾ നടത്തുകയും അതൊരു ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ അവിടെയൊന്നും ഒരു രാഷ്ട്രീയം, നമ്മുടെ ഭാഗത്ത് രാഷ്ട്രീയമൊന്നുമില്ല. പക്ഷെ രാഷ്ട്രീയം നടത്തുന്നവരുണ്ടാവും. പക്ഷേ നിങ്ങൾ പറഞ്ഞ പോലെ നിസ്കാരമുറിയോ അല്ല അതുപോലെ എന്ത് സംവിധാനങ്ങൾ ചോദിച്ചാലും അത് ആ സ്ഥാപനത്തിന്റെ ഒരു നിലപാടുണ്ടാവുമല്ലോ. ആ നിലപാടിനനുസരിച്ച് നിലകൊള്ളുകയും ചെയ്യും. BJP-യുടെ സപ്പോർട്ടും പിന്തുണയും ഉണ്ടെങ്കിൽ, നല്ല കാര്യങ്ങൾക്ക് ഉണ്ടെങ്കിൽ നല്ല കാര്യം തന്നെ, അതിനെയൊന്നും നമ്മൾ എതിർക്കുന്നില്ല. പക്ഷേ ഇവിടെ ഒന്ന് ആ സിസ്റ്റേഴ്സിന് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ സ്വൈര്യമായിട്ട് അവരുടെ കാര്യങ്ങളിലൂടെ കടന്നു പോകാനുള്ള സാഹചര്യം ഒരുക്കണം. അതിന് ഏത് രാഷ്ട്രീയ പാർട്ടി ആ സാഹചര്യം ഒരുങ്ങുന്നുവെന്നാണ് ഛത്തീസ്ഗഡിൽ നിന്നുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. സെഷൻസ് കോടതിയിൽ നാളെ ഈ സിസ്റ്റേഴ്സിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുകയാണ്. സ്വാഭാവികമായും അതിൽ അനുകൂല റിസൾട്ട് ഉണ്ടാകും എന്നുള്ള വലിയ പ്രതീക്ഷ വച്ചുപുലർത്തുകയാണ്.